ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടേതാണ് നടപടി. ബ്രിജ്ഭൂഷണെതിരായ സമരത്തിൽ മുൻനിരയിലായിരുന്നു ബജ്രംഗ് പൂനിയ. ജിബിൻ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഇങ്ങനെയൊരു നടപടി ബജ്രംഗ് പൂനിയയ്ക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതിന് പറയുന്ന പ്രധാന കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്കെതിരെ നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയാണ്. അതായത് അദ്ദേഹം കഴിഞ്ഞയിടെ ഈ മത്സരവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരത്തിന് പോകുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ യൂറിൻ സാമ്പിൾ ഉത്തേജകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയ്ക്കായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ യൂറിൻ സാമ്പിൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ഇദ്ദേഹം ഈ സാമ്പിൾ നൽകാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള നോട്ടീസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഉത്തേജക വിരുദ്ധ സമിതിയുടെ ഭാഗത്തു നിന്നും അടക്കം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ഉത്തേജക വിരുദ്ധ സമിതി നീങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരായ സമരത്തിലൊക്കെ തന്നെ മുൻനിരയിൽ നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ബജ്രംഗ് പൂനിയ എന്ന് പറയുന്ന ഗുസ്തി താരം. അദ്ദേഹം പല ഘട്ടങ്ങളിലായി ബ്രിജ്ഭൂഷണെതിരായ സമരത്തിലൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു നടപടിയിലൂടെ തന്നെ അദ്ദേഹത്തിന് തുടർന്നുള്ള മത്സരങ്ങളിൽ മത്സരിക്കാനോ അതായത് ഒളിമ്പിക്സിലടക്കം മത്സരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ. ശരി, ജിബിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.